വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിൽ പ്രസാദിച്ചു. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആദാമിന്റെയും ഹവ്വായുടെയും രണ്ടാമത്തെ മകനാണ് ഹാബേൽ, കയീന്റെ സഹോദരൻ. ഒരു ഇടയനെന്ന നിലയിൽ അവൻ ദൈവത്തിന് തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും ഒരു പ്രസാദകരമായ യാഗം അർപ്പിച്ചു. എന്നാൽ കയീന്റെ വഴിപാട് ദൈവം നിരസിച്ചു. അസൂയയും നീരസവും കൊണ്ട് കീഴടക്കപ്പെട്ട കയീൻ ഹാബേലിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഹാബേലിനെ അവൻ കൊലപ്പെടുത്തുന്നു. എബ്രായ ഭാഷയിൽ ഹാബേൽ എന്ന വാക്കിന്റെ അർത്ഥം ശ്വാസം അഥവാ ആവി എന്നാണ്. നീരാവി പോലെ ഹ്രസ്വമായിരുന്നു ഹാബേലിന്റെ ജീവിതം. വെട്ടിച്ചുരുക്കപ്പെട്ട ഒരു നീതിമാന്റെ ജീവിതം. ദൈവവചനത്തിലെ ഒന്നാം രക്തസാക്ഷി. ഹാബേലിന്റെ രക്തം നിലത്തുനിന്ന് തന്നോട് നിലവിളിക്കുന്നുവെന്ന് ദൈവം കയീനോട് പറഞ്ഞു. നന്മ ചെയ്തതിന് ഇല്ലാതാക്കപ്പെട്ട നീതിമാന്മാരിൽ ആദ്യത്തെ വ്യക്തിയായി ഹാബേൽ അറിയപ്പെടുന്നു. അനുസരണവും വിശ്വാസവും ഉണ്ടായിട്ടും കയീന്റെ ആക്രമണത്തിൽ ഇല്ലാതാക്കപ്പെട്ട ഹാബേൽ. ദൈവത്തിന് ഏറ്റവും മികച്ച വഴിപാട് നൽകിയ ഹാബേൽ. ഹൃദയത്തിൽ നിന്നും ഏറ്റവും മികച്ചത് ദൈവത്തിന് നൽകിയ ഹാബേൽ. ദൈവത്തിൽ നിന്നും പ്രശംസ നേടിയ ഹാബേൽ. വിശ്വാസത്താൽ ഹാബേൽ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു. അതിന്റെ ഫലമായി അവന്റെ വഴിപാട് ദൈവത്തിന് പ്രസാദകരമായി. ഇവിടെ ഒരു വ്യക്തമായ ക്രമമുണ്ട്. കർത്താവ് ഹാബേലിനെയും അവന്റെ വഴിപാടിനെയും കൃപയോടെ നോക്കി ഹാബേലിനെ നീതിമാനായി ദൈവം പ്രശംസിച്ചു. ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നു. നമ്മുടെ പ്രവൃത്തികളും അതിന്റെ പിന്നിലെ പ്രേരക ശക്തിയും ദൈവത്തിന് നന്നായി അറിയാം. ദൈവത്തിന് പ്രസാദമുള്ള വഴിപാട് അർപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് ഹാബേൽ കയീന്റെ ആക്രമണത്തിൽ ഇല്ലാതാക്കപ്പെട്ടത്? പലപ്പോഴും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യം. ദൈവവചനം ധൈര്യത്തോടും വ്യക്തതയോടും സംസാരിച്ച സ്തേഫാനോസ് എന്തുകൊണ്ടാണ് സംരക്ഷിക്കപ്പെടാതിരുന്നത്? മരുഭൂമിയിലെ ശബ്ദമായി അനേകരെ അനുതാപത്തിലേക്ക് നയിച്ച യോഹന്നാൻ സ്നാപകന് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട്? ഇന്നും ഈ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, എല്ലാ കണക്കുകളും ഇവിടെ തീരുന്നില്ല. ദൈവത്തിന്റെ വഴികൾ, ചിന്തകൾ നമ്മുടേതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഓർക്കുക. നീതിമാൻ എന്ന് ദൈവം പ്രശംസിച്ച ഹാബേൽ ഇല്ലാതാകുമ്പോൾ പാപത്തിന്റെ ഭീകരത എത്രമാത്രമെന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവിക കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.